ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ഫ്രൈ ആണ് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്തത്, മല്ലിയില, തക്കാളി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ശകലം ഇഞ്ചി അത് ചതച്ചെടുത്തത്, പിന്നെ കുറച്ച് തേങ്ങാപ്പീര. ഇത് കാന്താരി മുളക്, ഞാൻ ഉപ്പിലിട്ട കാന്താരി മുളക് ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തതാണ്. കാന്താരി മുളകിന് പകരം പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ വരാമേ. ഞാൻ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി അതിൻ്റെ ജ്യൂസാണ് ഈ കാണുന്നത്. ഇത് നമ്മൾക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഞെരടി വെച്ചിരിക്കുന്ന മസാലയാണിത്. ഇതിലേക്ക് ഞാൻ 2 മുട്ട നന്നായിട്ട് നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കാൻ പോണേ. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞ് ഒരു നന്നായിട്ട് ഇനി നമ്മൾ ഫോർക്ക് കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അതിനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുന്നു. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മുടെ മിശ്രിതം മുട്ട ഒഴിക്കാൻ പോകണേ. നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ അത് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. മൂടി വെച്ച എടുത്ത് മാറ്റാൻ പോണെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ചേർക്കാൻ പോകുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. വെന്ത് വെച്ച ബീഫാണ് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇങ്ങനെ ഇടാൻ പോകുന്നത്. ഇത് ഓപ്ഷണലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ബീഫായിരുന്നു കറി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിനി മറിച്ചിടണം കേട്ടോ. ഞാനിത് മറിച്ചിട്ടിട്ട് കാണിക്കാമേ. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി എല്ലാവരും നോക്കണം. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് ഫീഡ്ബാക്ക് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈ റെഡി. താങ്ക് യു സോ മച്ച്.